సన్నగా అయిపోయాను, బికమ్ స్లిమ్, వెరీ యంగ్. సార్ని చూసి చల్లబడతారు కూరలందరూ. మన బయటకు వచ్చారు 2 కొత్తలు వీళ్ళంతా. పోటీ వీళ్ళందరికి, కూరలకి అందరికి పోటీ ఇస్తున్నావు సార్ నువ్వు ఇప్పటికీ ఇట్లా కదా. ఫుల్ టైం నాకు బాగానే ఈరోజు మొత్తం ఇంగ్లీషే వస్తున్నది. ఈరోజు ఇంగ్లీష్లో దంచి వదిలిపెడుతున్నది. సార్లను ఇద్దరు కూర్చోండి. సార్ నాకు నీ పాట ఒకటి ఆదుకున్నది. പാൽക്കണിക്കിടെ ഉള്ളത് മനക്ക് പാൽക്കണിക്കൻ ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. പാൽക്കണിക്കിടെ ഉള്ളത് മനക്ക് പാൽക്കണിക്കൻ. അതെ അതെ, അതെന്താണ് സാധനം? അതിന് പ്രാന്താണ്. వెరీ స్ట్రాంగ్ అన్నాక ఇంకొక ముచ్చట వస్తలేదు నాకు. కానీ ఇది ఏది భాష సార్? దిస్ ఫెలో, స్మాల్ ఫెలో ఎట్లా చెప్పిండు కథ, స్టోరీ, సినిమా స్టోరీ లూసిఫర్. ఎంత షైటో പറഞ്ഞേ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ఎట్లా చెప్పిండు సార్? ఒప్పించిండు కదా సినిమాకు. ఓకే somehow he managed. ఆఫీస్కి వచ్చా, ఇంటికి వచ్చా, హౌసా ఆఫీసా? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. వచ్చి చెప్పింది కథ. ఏదో హౌస్, మీ హౌస్ కి వచ్చే. సార్ మీ జుట్టు అంతా నల్లగా ఉన్నది ఇప్పటికి కూడా, బ్లాక్ తిక్కు. ఓకే వాట్ యు పుట్ సార్? ఆయన అన్నాడు కదా ఒక మాట, వీ హ్యావ్ టు కంప్లీట్ ద వార్, వీ హ్యావ్ టు ఎండ్ ద వార్ అన్నాడు. ఏడ వారేడ బయట దేశం వాళ్ళతో. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. సార్ ఎప్పుడన్నా సతాంచిండా నేను? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും ഇവനെ എങ്ങനെ കൊല്ലാന്നായിരിക്കും കൊടുകൈ. అందుకే మోహన్ లాల్ సార్ అయింది ఆయన. నువ్వు ట్రావెల్. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. కరెక్ట్ 100%. మా దగ్గర కూడా ఈవెన్ ఇన్ తెలంగాణ ఆల్సో డాటర్స్ ఆర్ డాన్సింగ్ ఆన్ హెడ్ కరెక్ట్, నాట్ ఇన్ ద గ్రౌండ్. కార్ ఇంజిన్ అవుట్ కంప్లీట్లీ. చూసిండ్రా అమ్మ, నేను చెప్పలేదా మలయాళం వాళ్ళు చిన్న మిడతలు ఉండరు అని. బాగా తెలుగు అంటున్నాడు సార్. మన తెలుగులోనేమో చెప్తానే లేడు. ఇలా പറയുന്ന నిനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ఇదేదో అబ్రక దబ్ర అన్నట్టున్నది కానీ మనకైతే అర్థమయ్యేటట్లేదు. సరే ఇంకొక ముచ్చట అడుగుతా. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ. നെക്സ്റ്റ് പേഷ്യന്റ്. എന്താടാ കാണിച്ചേരാ? നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഞാൻ തന്നെ. എനിക്കറിയാൻ തന്നെ ചോദിക്കും, നിനക്ക് എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? ജസ്റ്റ് ഫോർ എ രസം. നിനക്കിത് വേണം. ശവത്തെ കുത്താതെ ശവമേ. അപ്രൂവ് സർ, അപ്രൂവ്. ഏത് ക്ലാസ്സിലാ മോനെ പഠിക്കുന്നത്? 9th. തുടങ്ങാം. ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇന്ത്യൻ, മലയാളി, പുരുഷൻ, ജീവിച്ചിരിപ്പുണ്ട്. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഉപകരണ സംഗീതം, സാധാരണഗതിയിൽ മരണം. നിങ്ങൾ എന്താണ് എന്നെ നാണം കെടുത്താനായിട്ട് വേറെ ഞാൻ തിരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം, 9 സാഹിത്യം. നൃത്തരൂപങ്ങളിലൊന്ന്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണോ? മലയാളി അല്ലാന്നല്ലേ മോൻ പറഞ്ഞത്? പുലിയാണ് കേട്ടാ. സൂചോട്ടമാണെ ചുമ്മാ നൊളിപ്പോക്കോ. എന്തിന് ചുമ്മാ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. നെക്സ്റ്റ് പേഷ്യന്റ്. താൻ തോർത്താനാ പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു എന്നെ വെച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ വരില്ലാന്ന് പറഞ്ഞു. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ.
മുതലാളി മറന്നുപോയതാ. അങ്ങനെ കംപ്ലീറ്റ് അലപ്പ് ഇവന്റെ ഭാഗത്തുണ്ട്. പിന്നെ ഞാനല്ലാണ്ട് പിന്നെ തന്റെ അമ്മാവനാണ്. നീ നിന്റെ കാര്യം നോക്കിയാ മതി. താനും തന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നിന്റെ കാര്യം നോക്കാൻ വന്നു എന്റെ കാര്യം നോക്കണം. പിന്നെ ഞാനല്ലാണ്ട് പിന്നെ തന്റെ അമ്മാവനാണ്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി. ഒരു കാര്യം ഞാൻ പറഞ്ഞു. നീ അവിടെ ആരുടെ വായി നോക്കി നിൽക്കുവാ? ദേ അവിടെ ഒരു കസേര കളി നടക്കണ കണ്ട. ഞാനൊന്ന് പറയട്ടെ. നീ പറയണ്ട. ഞാനൊരു കാര്യം ക്ലിയർ ആക്കി തരാം. അയ്യോ എന്ത് നാക്കോണ്ട് പറഞ്ഞ മനസ്സിലാവൂലടാ ചെറ്റേ. ഒരു ഉടായിപ്പ് നമ്മൾ അടിക്കുന്നില്ലേ? രാജാക്കണ്ണേ നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി ഒന്ന് ആയിക്കഴിയുമ്പോ വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. ഇത് അതൊന്നും അല്ലല്ലയാ, പുതിയ നമ്പരാ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. വെറുതെ ചിരിപ്പിക്കരുത്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. നെക്സ്റ്റ് പേഷ്യന്റ്. എനിക്ക് കോമൺ സെൻസ് ഇല്ലാന്ന് രാജേഷ് പറയോ? അശോകൻ പറയോ എനിക്ക് കോമൺ സെൻസ് ഇല്ലാന്ന്? പറയും, നിന്റെ മനസ്സ് പറയും. നീ പറയും. ധീരൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ അവരൊരു ധീരനാണെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. നമ്മൾ എന്ത് ധൈര്യമാണ് നമ്മൾ കാണിക്കുന്നത്? അതിർത്തിയിലുള്ള ജവാന്മാരുടെ ധൈര്യം നമുക്കുണ്ട് അവിടെ. അവര് ഏത് പ്രതികൂല ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇവിടെ നമ്മൾ എന്തോ ധൈര്യം കാണിക്കും. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? അടിസ്ഥാനപരമായി ഇവർക്ക് രണ്ടുപേർക്കും ധൈര്യമുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏറ്റവും ആദ്യം ഓടുന്നവരായിരിക്കും. ഊതല്ലേ ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണേട്ടാ. ഇപ്പൊ രാജേഷിനെ ആരെങ്കിലും അടിക്കാൻ വന്നു ഏറ്റവും ആദ്യം ഓടുന്നവരായിരിക്കും. ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം തരൂ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഞാനത് ചോദിക്കട്ടെ, ഒരു ആന കുത്താമെന്ന് എന്ത് ചെയ്യും? ആന കുത്താമെന്ന് ആനയെ കണ്ടാൽ ദൂരെ കണ്ടാൽ തന്നെ ഓടും. മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല വിവരക്കേടാണ് കുട്ടി. ആ വിവരക്കേട് ഞാനില്ല. ഉത്സവപ്പറമ്പിൽ ആന വന്നു, ജോയിഷായിട്ട് മാത്രം ഓടിയില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയാം, ആന ചവിട്ടി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ ഓടുന്നു? ശരിക്കും മാർക്ക് കൊടുക്കണ്ടാണ്. ഞാൻ പറയുന്ന അനുസരിച്ച് ആന അപ്പം ഇങ്ങനെ കാലുവിൽ താഴ്ത്തി തന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്ന് വില്ലന്മാരെ ഇടിക്കണം. ബാബുരാജിനെയൊക്കെ ഇടിച്ച് നിരത്തുക. റിയൽ ലൈഫിൽ ബാബുരാജിന്റെ ഒറ്റ ഇടി കൊണ്ട് ഞാൻ താഴെ മിക്ക ബാബുരാജ് എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ ഞാനില്ല. ജഗദീഷ് നിര്യാതനായി. ഞാൻ വെല്ലുവിളിക്കാണ് ബാബുരാജിന്റെ അടുത്ത്. നിങ്ങൾക്ക് മോശമായിട്ട് ബാബുരാജിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? എനിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. നേരത്തെ പറഞ്ഞ പോലെ ജഗദീഷ് ബാബുരാജ് പോലെ എടുത്തറിഞ്ഞാൽ 4 കാലം. നമ്മള് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും ബാബുരാജിന്റെ അടുത്ത് ഡീസന്റ് ആയിട്ട് പെരുമാറും. ഒരു ഇടി വെച്ച് ഡയലോഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ മേലെ മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടോ? കുതിരപ്പുറത്ത് വരുന്നുണ്ട്. അതൊരു 12 അടി പൊക്കമുള്ള കുതിര. എന്നെ കൊണ്ട് ഒറ്റ ഓട്ടം. 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചിട്ട് ഒരു കുതിരയെ കണ്ടാൽ ഇത്രയും ഹൈറ്റ് ഉള്ള കേറാൻ പാടില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് വേണം. ചുപ്രഹോ കുത്തേ, ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. സംശ ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുഭവം കയറി ഒരു ധർമ്മേന്ദ്ര പട്ടിയെ ഇതുപോലെ സപ്ലൈ ചെയ്യും. സിനിമയ്ക്ക് ആവശ്യമുള്ള പട്ടികളെ സപ്ലൈ ചെയ്യും. പക്ഷെ പിള്ളേർ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫോണിൽ പറഞ്ഞ് മേനോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹലോ മേനോനാണ്, ഏത് പട്ടി മേനോൻ? അങ്ങനെയാണെങ്കിൽ തന്നെ അയാളെ പട്ടിമേനോൻ എന്ന് വിളിക്കാൻ പാടില്ല. അല്ല, പട്ടി മേനോന്ന് വിളിക്കില്ല, അങ്ങനെയാ പുള്ളിയാന്ന് അറിയാം. പട്ടി കൊടുക്കുന്ന ആളായുണ്ട്. ഞാനാണെങ്കിൽ പട്ടി ട്രെയിനർ മേനോൻ. എന്ത് മണ്ടത്തരായി പറയുന്നത്? ബുദ്ധിയില്ലാത്ത ഇവൻ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാ. ആർക്കടാ ബുദ്ധി ഇല്ലാത്തത്? നിനക്ക്. ഓ, ഞാൻ വിചാരിച്ചു പട്ടി ട്രെയിനർ മേനോൻ. ഇന്ന് മുതലാ. ആ മേനോൻ ചേട്ടന്റെ റിലേറ്റീവ്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവര് കേസ് കൊടുത്താൽ പേര് പറഞ്ഞിട്ടില്ല. മേനോന്മാർ ആയിരക്കണക്കിന് 10,000 ആയിരക്കണക്കിന് മേനോന്മാർക്കെതിരെയാണ്. നിങ്ങള് അവിടെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. എനിക്കറിയാൻ തന്നെ ചോദിക്കും, നിനക്ക് എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? വന്നപ്പോ തുടങ്ങിയാണല്ലോ നിങ്ങള് ഈ ഇന്റർവ്യൂ എന്നെ അകത്ത് വിടാണ്ട്. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. നിങ്ങളെ എല്ലാരും ഇരുത്തി ഇത്രയും നല്ല രീതിക്ക് കൊട്ടുക. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിന് ഞാൻ ആനയുടെ കൂടെയാണ്. അടിപൊളി. എനിക്ക് പിന്നെ സമയം കളയണ്ട. എല്ലാവരും അപ്പുറത്തോട്ട് ചെന്നു ചെന്ന് ചോദിച്ചോളൂ. ഒരു കെട്ടിടം തകർന്നു ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. പരിശോധിക്കാമെന്നുള്ളതിനപ്പുറം അല്ല അതിന് എനിക്കെങ്ങനെ അറിയാം? നിനക്ക് പറഞ്ഞൂടെ? കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു. അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയിൽ അത് സമ്മതിക്കേണ്ടതല്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നോക്കൂ, 2013 ഒരു കത്താണ്. ഓ, കുട്ടിയായിരുന്ന ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്തല്ലേ? കോപ്പി ഉണ്ട് എന്റെ കയ്യിൽ. 2013 ഒരു കത്താണിത്. ഓ, അതിന്റെ കുറവേ ഉള്ളൂ. ഇതിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി എന്ന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു വന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് മാറ്റാൻ കഴിയില്ല. അല്ല, നോക്കൂ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. അല്ല, ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ. അല്ല, അത് റിപ്പോർട്ട് വരട്ടെ. നമ്മളോടാ കളി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ബലക്ഷയമുള്ളത് കൊണ്ട് 2 നിലയിൽ ബാത്റൂം പ്രവർത്തിക്കുന്നില്ല. അതേ നിലയിൽ മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ വീഴ്ചയല്ലേ? പിന്നെയും നിനക്ക് വേറെ പണിയില്ലേ? എന്തോ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. രണ്ട് നിലയിൽ ബലക്ഷയമുള്ളത് കൊണ്ടാണ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് രാവിലെ പറഞ്ഞത്. അതുകൊണ്ടാണ് തൊട്ട് മുകളിൽ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതിന്റെ വീഴ്ചയല്ലേ? ശരി, പരിശോധിക്കാൻ എന്തെങ്കിലുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതൊരു നമ്മുടെ ഒരു ശ്രദ്ധപ്പുറം അതിനകത്ത്. ഇത് ഇന്ത്യയാണ്, ഇവിടെ എങ്ങനെയാണ്? ഞാനിനി അത് ചെയ്യാവുന്ന എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ അത് പരിശോധിച്ചു. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ്? തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അത് നടക്കില്ല. അല്ല, അത് പരിശോധിക്കട്ടെ. എടാ, നീ പറയുന്നത് ശരിയാവുന്നില്ലടാ. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. അല്ല, നോക്കൂ എന്ന് വിളിക്കാൻ ഇയാളെന്താ നോക്കൂ കുത്തി? സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. അവിടെ ആ രോഗികൾ പോകുന്നു, ആ കെട്ടിടം തകർന്നു, ഒരാൾ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്തം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. ഇയാളൊരു ഈ 567 കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത്? അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളതാണ്. നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? അത് പോയിന്റ്. മനസ്സിലായില്ലേ? അതാരും വിശ്വസിച്ചിട്ടില്ല. ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. അതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? പറ്റിപ്പോയി സാർ. ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ മൊബൈൽ അല്ല, ഇത് വേസ്റ്റ് ആണ്. ഇവർ ഒരാൾ പോലും സത്യം പറയുന്നില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാണെങ്കിൽ നല്ലതാ. ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാമല്ലോ. കൂട്ട് കാണും.
ഇങ്ങനൊന്നും പറയലെന്റെ ജാഫ്രിക്ക. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് അവിടെ ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. വർഷത്തിൽ 2 തവണ അത്രയല്ലേ ഉള്ളൂ. മഴ ഉള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. സ്ഥിരാണല്ലേ. ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. 35 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത്. പോലീസ് ഭയങ്കര സ്ട്രോങ്ങാ. അവരിത് എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണ അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചു പറയും മോഷണം. വിനിതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലേ? അതെ അതെ. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം. അയ്യോ അധികം പാവം കളിക്കില്ലേ, നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടുക. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം സർ. ഞങ്ങൾ മോഷ്ടാക്കൾ മനസ്സിലായി. ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് 3 കള്ളികൾ. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. ഞാനൊരു 100 കൂടി വെച്ച് കൊണ്ടുപോടാ സാർ. ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇവര് പറയുന്ന സ്കാനർ വർക്ക് ആവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇരുത്തണം. ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കാം. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എന്നാലും ഭയങ്കരം. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മോഷണത്തിന് ന്യായീകരണമില്ല. സത്യം പറ, നീ കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ഡേ ടേക്കിംഗ്. അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെന്നപ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്? അതെനിക്ക് കിട്ടില്ല. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തര എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ഒരു മര്യാദ വേണ്ടേ? അതെനിക്കൊരു ധാരണ ഉണ്ടാവും. ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുത്തപ്പോ ഇവര് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു പറഞ്ഞിട്ട് ഇവര് വൈകുന്നേരം വരെ അവിടെ വെയിറ്റ്. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തു നിന്നു 5 മണിക്ക് ശേഷം. എന്നിട്ട് 7:30 എണ്ണി മേടിച്ചിട്ടാ പോയത്. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. സത്യസന്ധനായ കള്ളൻ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ പ്രശ്നം വയ്യ എനിക്ക്. ഞാൻ വല്ല കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവുകയാണ് ഞാൻ.